ഹലോ സുഹൃത്തുക്കളെ, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇത് അതുപോലെയാണ്. പിന്നെ കുട്ടികൾ കാണാൻ വേണ്ടി ഇരിക്കേണ്ട, കുട്ടികളും സ്ത്രീകളും മാക്സിമം ഈ വീഡിയോ കാണണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലൊരു റിയാക്ഷൻ വീഡിയോ ആണ്. എൻ്റെ വായിൽ നിന്ന് അല്പം തെറി വരും. തെറി കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തൊരു വീഡിയോ കാണണ്ട. കാരണം അതുപോലുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, തെറി കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, കൊച്ചുകുട്ടികൾ കാണാനിരിക്കേണ്ട. ഞാൻ ആദ്യമേ പറയുന്നു. അത് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ആണെങ്കിലും എന്തിനാ അങ്ങനെ പറഞ്ഞത്, കുട്ടികൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറയുന്നത്. അഹങ്കാരമായിട്ട് തോന്നുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് പറയേണ്ട ഒരു കാര്യമാണ്, പ്രതികരിക്കേണ്ട ഒരു കാര്യമായത് മാത്രമാണ് ഞാനിത് പ്രതികരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിസ്സാരമായിട്ട് കണ്ടുവിട്ടേണ്ട കാര്യമായിരുന്നു. പക്ഷേ പല തവണയായിട്ട് ആവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സംഗതി എന്ന് വെച്ചാൽ, ഒരു സബീർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നും കുറച്ച് നാളുകളായിട്ട് ഡോറേനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ് വരുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോറേനെ എന്നെ കിട്ടുമോ, കളിച്ചിട്ട് വിടാനായിട്ടാണ്, പിന്നെ എന്താണ് പല പൊസിഷനിൽ വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൃത്തിയായിട്ട് രീതിയിലുള്ള. ഇപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല. റിയാക്ട് ചെയ്തിരിക്കാൻ മാത്രമല്ല, ബാക്കിയുള്ള തുടർ നടപടികൾ നമ്മൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ എന്തായാലും രണ്ടെണ്ണം പറയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ആണത്തത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിലാവും. എൻ്റെ ഭാര്യനെയാണ് പറയുന്നത്. അപ്പം ഞാനതിൽ രണ്ട് വാക്ക് പറയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ആണത്തത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിലാവും. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. എടാ, നിൻ്റെ ഉമ്മ അടുത്ത് പോയിട്ട് നീ ആദ്യം ഒന്ന് ചോദിക്കണം, ഉമ്മ എനിക്ക് ഉമ്മായി ഒന്ന് കളിക്കണം, തരുമോ എന്നൊന്ന് ചോദിക്കണം. അപ്പോൾ നിൻ്റെ ഉമ്മ ചിലപ്പോൾ പറയുമായിരിക്കും, സമ്മതിക്കായിരിക്കും. കാരണം നിന്നെ പെറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് ഇങ്ങനെയുള്ളൊരു സംസ്കാരം വളർത്തി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഉമ്മ എന്തായാലും തരും. അപ്പോൾ ആദ്യമേ നീ പോയിട്ട് നിൻ്റെ ഉമ്മയോട് ഒന്ന് ചോദിക്കും, ഉമ്മ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാലോ. അപ്പോൾ ഉമ്മ തരികയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കഴപ്പ് അവിടെ അങ്ങ് തീർത്തു. നാട്ടിലുള്ള സ്ത്രീകളെടുത്ത് ചോദിക്കാനും പറയാനൊന്നും പോകേണ്ട ആവശ്യം വരത്തില്ല. നാട്ടിലുള്ള സ്ത്രീകളെ പിന്നെ നിനക്ക് നോക്കേണ്ടി വരത്തില്ല. കാരണം ഉമ്മ ആവശ്യത്തിന് നിനക്ക് തരും എന്തായാലും. ഇനി അവനിത് പല തവണയായിട്ട്, ഒരെണ്ണമല്ല പല തവണയായിട്ട് ഇടുന്നൊരു കമൻറ്റാണ്. എടാ സബീർ മുഹമ്മദേ, നീ നിൻ്റെ ഉമ്മയെ ആദ്യം ഒന്ന് കളിച്ചാണ്. ഓക്കെ, ഇനി ദീപ്തി ഇവക്ക് ഭയങ്കര കഴപ്പ്. ഇവളെന്ന് ഞാൻ പറയുന്നില്ല, ഇതുവരെ ആണാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു രണ്ടും ഘട്ടമായിരിക്കും. ഇവക്ക് ഭയങ്കര കഴപ്പാണ്. ഇവൾ കുറച്ച് നാളായിട്ട് ഇവളും തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഇവൾ അവന് സപ്പോർട്ടായിട്ട്, അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണ്, നീ ആയിരിക്കും ഇവിടെ വന്ന് പ്രതിഷ്ഠ നോക്കിയതല്ലേ, നീ ആയിരിക്കും പ്രതിഷ്ഠ നോക്കി. എനിക്ക് തോന്നുന്നു നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രതിഷ്ഠ നോക്കി നടക്കുന്നുണ്ടായി. നിൻ്റെ അച്ഛൻ്റെ പ്രതിഷ്ഠ നീ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിനക്കാണെങ്കിൽ ഇതുപോലെ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. നീ നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ എല്ലാം പ്രതിഷ്ഠ കണ്ടു കിടക്കുന്നവളായിരിക്കും, അല്ലെങ്കിൽ അവനായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് അവൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അമ്മയുടെ അച്ഛൻ്റെയും പ്രതിഷ്ഠ കണ്ട ദീപ്തി, നീ ആ പ്രതിഷ്ഠയും കണ്ടുപിട്ടിരുന്നാൽ മതി. ഇവിടുത്തെ പ്രതിഷ്ഠ നോക്കാനായിട്ട് വരണ്ട. തൽക്കാലം നിന്നെ പ്രതിഷ്ഠ കാണിക്കുന്നില്ല. നമ്മളെന്തായാലും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എന്തായാലും സബീർ മുഹമ്മദേ, അമ്മേനെ പല പൊസിഷനിൽ വെച്ച് നീ കളിച്ചോട്ടാ. അല്ല സോറി, നിൻ്റെ ഉമ്മാനെ നീ പല പൊസിഷനിൽ വെച്ച് കളിച്ചോ. നാട്ടിലുള്ള പെണ്ണുങ്ങളെ നിനക്ക് എന്തായാലും ആ രീതിയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഏതെങ്കിലും നീ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിനക്കാണെങ്കിൽ സാമാനം കാണത്തില്ല.